നമസ്കാരം സാർ. നമസ്കാരം. രാഹുൽ ഗാന്ധി നിരന്തരം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്നുള്ള കാര്യം മറന്നേ പോവുകയാണ്. ഈ അടുത്ത സമയത്ത് അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ ഒരു നാഷണൽ കൺവെൻഷന്റെ ഭാഗമായിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. സ്റ്റേജിൽ സന്ദീപ് ദീക്ഷിത് എന്ന് പറയുന്ന വ്യക്തി നിൽക്കുകയാണ്. അത് നമ്മുടെ ഷീല ദീക്ഷിത്, ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിന്റെ സഹോദരനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഈ സന്ദീപ് ദീക്ഷിത് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മെലോണിയാണ് എന്ന് വിചാരിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. ഈ സന്ദീപ് ദീക്ഷിത് ചോദിക്കുകയാണ്. പക്ഷെ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തിരക്കഥയാണ് തമ്മിലുള്ളത്. എന്നിട്ട് ഒരു പരസ്പരം ആഞ്ഞാഞ്ഞ് ചിരിക്കുന്നു. ഒരു ആക്ഷേപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ചേർന്നിട്ട് വളരെ മോശമായ ഒരു ലൈംഗികമായ ഒരു കമന്റ് അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആർത്താർത്ത് ചിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം നടക്കുന്നത് പാർലമെന്റ് വളപ്പിലാണ്. അത് പവൻ കേര, അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയ പവൻ കേരയും നമ്മുടെ നാട്ടിലെ കൊടിക്കുന്നിൽ സുരേഷും എല്ലാവരും ചേർന്നിട്ട് ഒരു കുരങ്ങന്റെ പാവയെ പൊക്കി പിടിച്ചിട്ട് 56 ഇഞ്ച് ബന്ധം ജൽദിയാവോ സദൻ കെ അന്തർ എന്ന് പറഞ്ഞുകൊണ്ട്, കുരങ്ങ നീ പെട്ടെന്ന് പാർലമെന്റിലേക്ക് വരുന്നു. അത്ര അരോചകമായ ഒരു രീതിയിലാണ് ഇവർ ഈ വിഷയങ്ങളെ സമീപിക്കുന്നത്. അത് എന്താണ് സാർ ഇവരുടെ ഈ മനോവികാരത്തിന് പിന്നിൽ? അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാലേ ഇത് രണ്ടും, ഒന്ന് പെഡിഗ്രിയുടെ ഒരു പ്രശ്നമുണ്ട്. പെഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതൊരു പാരമ്പര്യം, സംസ്കാരം, അത് ബ്ലഡിൽ കിട്ടേണ്ടതാണ്. അത്തരൊരു ബ്ലഡ് അല്ലല്ലോ രാഹുൽ ഗാന്ധിയുടെ. കാരണം രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി, അവിടെ നിന്ന് തുടങ്ങാം. സോണിയാഗാന്ധിയുടെ അച്ഛന് KGBയുടെ ഏജൻ്റ് ആയിരുന്നല്ലോ. അദ്ദേഹം ഫാസിസ്റ്റ് പാർട്ടിയിലെ മെമ്പറായിരുന്നു. അവിടുന്ന് റഷ്യയിൽ പോയി, പിന്നെ KGB ഏജൻ്റായി. KGB പ്ലാന്റ് ചെയ്താണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുമായിട്ട് അടുക്കാനും ഇന്ത്യയിൽ വരാനും വഴിയൊരുക്കിയതെന്നും. അതടക്കം പുറകോട്ട് പോയാൽ സഞ്ജയ് ഗാന്ധിയുടെ മരണം, മാധവാറോ സിന്ധ്യയുടെ മരണം, സച്ചിൻ പൈലറ്റിൻ്റെ മരണം, YSR റെഡ്ഡി, രാജശേഖർ റെഡ്ഡിയുടെ മരണം, GMC ബാലയോഗിയുടെ മരണം, ഇവരുടെയൊക്കെ മരണത്തിന് പിന്നിൽ ചില കഥകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സോണിയാഗാന്ധി എതിർക്കുന്നില്ലെന്നൊരിക്കൽ കോൺഗ്രസ്സുകാരോ നരസിംഹറാവുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സരസമായി മറുപടി പറഞ്ഞത്, അപകടത്തിൽ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. പ്രായമായി മരിച്ചോട്ട് എന്തിനാ അപകടത്തിൽ മരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാജീവ് ഗാന്ധിയുടെ മരണം പോലും സംശയം. രാജീവ് ഗാന്ധിയുടെ മരണം പോലും സംശയം. അപ്പം ഞാൻ പറഞ്ഞ ഒരുത്തിൻ്റെ പെഡിഗ്രി, ഈ ഒരുത്തിൻ്റെ സംസ്കാരം, ഒരുത്തിൻ്റെ പാരമ്പര്യം, അവൻ്റെ കുലീനത, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതവുമില്ല. അതേ സോണിയാഗാന്ധിയുടെ മകനല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. സോണിയാഗാന്ധി നരേന്ദ്രമോദിയെ വിളിച്ചത് മരണത്തിൻ്റെ വ്യാപാരി എന്നല്ലേ, അല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ റഫേൽ ഇടപാട് വന്നപ്പോഴേ ചൗക്കിദാർ ചോർഹെ എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഒരൊറ്റ കോൺഗ്രസ് MP അതിനകത്തുണ്ടായിരുന്നു. ഇയാൾ ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ ഏറ്റുപിടിച്ചു. പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുരങ്ങൻ്റെ പാവ സുരേഷ് കൊടിക്കുന്നിൽ കൊക്കി പിടിച്ചു. സുരേഷ് കൊടിക്കുന്നിൽ അല്ലാതെ പിന്നെ ആരാണ് ഇതിൻ്റെ സർവ്വതാ യോഗ്യനായ ഒരുത്തിന്? കുരങ്ങൻ്റെ പാവയെ പൊക്കിപ്പിടിക്കാൻ കേരളത്തിൽ നിന്ന് പോയ MPമാരിൽ സർവ്വതാ യോഗ്യൻ സുരേഷ് കൊടിക്കുന്നിലാണ്. അതിന് തർക്കമില്ല. അദ്ദേഹത്തിന് പറ്റിയ ജീവിയെ അദ്ദേഹം പൊക്കി കാണിച്ചു. സിംഹത്തിന് പൊക്കി കാണിക്കാൻ പറ്റുമോ സുരേഷ് കൊടിക്കുന്നിലിന്? സുരേഷ് കൊടിക്കുന്നിൽ എങ്ങനെ അവിടെ വന്നത്, എങ്ങനെ അവിടെ ഇരിക്കുന്നത്, എന്താ യോഗ്യത എന്ന് നമുക്കറിയത്തില്ലേ. അപ്പോൾ അതിനകത്ത് പിന്നെ പവൻ ഖേര ഏതോ ഒരു നിലവാരമില്ലാത്തൊരുത്തിനെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളും മറ്റേ ഷീലാ ദീക്ഷിതിൻ്റെ മോനല്ലേ വന്നത്? ആരായി ഷീലാ ദീക്ഷിത്? ഷീലാ ദീക്ഷിത് ഇന്ത്യ കണ്ട ഏറ്റവും കറപ്റ്റ് പൊളിറ്റിക്കൽ ലീഡർമാരിൽ ഒരാളാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത സ്ത്രീയാണ് അവർ. ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം ഉണ്ടായ വന്ന ആളാണ്. അവർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അവരെ തോൽപ്പിച്ചിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു വന്നത്. അരവിന്ദ് കെജ്രിവാൾ എന്ന് ആരും അറിയുന്നൊരുത്തനല്ല. ഷീലാ ദീക്ഷിതിനെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി പോയി തോൽപ്പിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത്. ഷീലാ ദീക്ഷിതിന് ഇയാളുടെ അമ്മയ്ക്ക് വലിയ റോളുണ്ടോ? അവിടെ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് മോശം പെഡിഗ്രിയുള്ള, അല്ലെങ്കിൽ ബഹുമാനിക്കാൻ കഴിയാത്ത പെഡിഗ്രിയുള്ള ഒരു പറ്റം ആളുകളാണ് നരേന്ദ്രമോദിക്കെതിരെ വന്നിരിക്കുന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. ശശി തരൂർ അത് പറയാൻ പോവില്ലല്ലോ. സച്ചിൻ പൈലറ്റ് അത് പറയാൻ പോകുമോ? അത് പോവില്ല. അല്ലെങ്കിൽ ചിദംബരത്തിൻ്റെ മോൻ അത് പറയാൻ പോവില്ല. ഇത് ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ ഗാന്ധി അയക്ക് പറ്റിയ ആളുകളെയാണ് കണ്ടെത്തിയത്. കേരളത്തിൽ നിന്ന് അയാൾ കണ്ടെത്തിയ ഏറ്റവും നല്ല ആൾ സുരേഷ് കൊടിക്കുന്നിലാണ്. സുരേഷ് കൊടിക്കുന്നിൻ്റെ ഒരു കുരങ്ങൻ്റെ പാവയും കൊടുത്തയച്ച് നീ പോയി കിടന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. കുരങ്ങൻ്റെ പാവയും പൊക്കിയെടുത്തുകൊണ്ട് ആ പാവം വന്നു. അതിനകത്ത് ഇത് കൊണ്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ ഒക്കും, അല്ലെങ്കിൽ അമിത്ഷായെ തോൽപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം
രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പെഡിഗ്രി വെച്ച് കൃത്യമായ റെസ്പോൺസാണ് നടത്തുന്നത്. ഇതിൽ കൂടുതൽ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ CJP സമരത്തിലേക്ക് പോയപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡ് എല്ലാം ഈ CJP-ക്കാരുടെ പോലെ ആയോ? ഈ ഡൈപ്പറിൽ എഴുതിയിട്ട് മുകളിലേക്ക് രാജിവെക്കാൻ വേണ്ടിയിട്ട് പറയാം, മാന്യമായിട്ട് പറയുന്ന രീതി കൈവിട്ടുകൊണ്ട് മറ്റുള്ള രീതിയിലേക്ക്, അതായത് വളരെ മോശമായിട്ടുള്ള സാംസ്കാരിക ബാർബേറിക്കായ ഒരു ശൈലി തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ അധപ്പതിച്ചു പോയോ? അതിന് സംശയിക്കേണ്ട കാര്യമുണ്ടല്ലോ. ഈ CJP എന്ന് പറയുന്ന സംഭവം ആരാണ്? അഭിജിത് ദീപ്കെ. അതിലെങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് വന്ന് ആരാണ് അയക്ക് പണം കൊടുത്തത്? കേരളത്തിൽ നിന്ന് അവിടോട്ട് കുറേ പേരെ കൊണ്ടുപോയില്ലേ? ഈ രഞ്ജിനി ഹരിദാസിനെ കാശ് കൊടുത്ത് കൊണ്ടുപോയാരാണ്? രഞ്ജിനി ഹരിദാസ് സ്വന്തം പോക്കറ്റിൽ നിന്നാണോ, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് അവിടെ പോയാണെന്ന് പിന്നെ ഹരീഷൻ കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. രഞ്ജിനി ഹരിദാസ് അവിടെ പറഞ്ഞത് എന്തായിരുന്നു? പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഇവിടെ പറയുന്നത് അതെന്താ? മേക്കപ്പ് ട്രാൻസ്ജെൻഡർ അല്ലേ ആള്? കൊണ്ടുപോയി. അപ്പൊ നന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വല്ലതും കേരള സമൂഹം അംഗീകരിക്കുന്ന ഒരാളാണ്. രഞ്ജിനി ഹരിദാസിന് കേരള സമൂഹത്തിന് എന്ത് മൂല്യമുണ്ട്, എന്ത് അംഗീകാരമുണ്ട്? അപ്പൊ ഇവിടുന്ന് പോയതിനകത്ത് രഞ്ജിനി ഹരിദാസിനെ അവർക്ക് കിട്ടിയത്. അപ്പൊ ഇതുപോലുള്ള രഞ്ജിനി ഹരിദാസന്മാരെ ഒത്തിരി പേര് അവിടെ വന്നു. നമുക്ക് അവരുടെ പേരറിയത്തില്ലെന്നല്ലേ ഉള്ളൂ. രഞ്ജിനി ഹരിദാസ് നമ്മുടെ നാട്ടുകാരിയായതുകൊണ്ടല്ലേ അവരുടെ പേരറിയാം. ഇത്ര കുറെ ആളുകൾ ജന്തർ മന്ദിറിൽ കൂടിയാണ് ബഹളം ഉണ്ടാക്കിയത്. ഗവൺമെൻറ് അവരുടെ വിട്ടുവീഴ്ച ചെയ്ത് ശരിയല്ലെന്നാണ് TG മോഹൻദാസ് പറഞ്ഞത്. ഞാനും അതാണ് പറയുന്നത്. ഗവൺമെൻറ് നിഷ്കരണം ആ കലാപത്തിനെ അടിച്ചമർത്തേണ്ടതായിരുന്നു. അതാ എൻ്റെ അഭിപ്രായം. ഇനി ജയിലിൽ പിടിച്ചിട്ടാലും തൂക്കിക്കൊന്നാലും എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ്. അതിനൊന്നും മാറാനൊന്നും നമ്മൾ തോന്നുന്നില്ല. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, ഇനി തൂക്കിക്കൊല്ലുന്ന കൊല്ലട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ സ്ഥിതി അതാണ്. അപ്പം എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആ CJPയുടെ നിലവാരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയോ? CJPയുടെ നിലവാരത്തിലും താഴെയാണ് പിന്നെ ഹരികൃഷ്ണ കോൺഗ്രസിൻ്റെ നിലവാരം. ഈ പിന്നെ രാഹുൽ ബിൻസിയുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ബിൻസി പ്രസംഗിക്കുമ്പോഴേ ഡെസ്കേലിട്ട് കൊട്ടാൻ കേരളത്തിൽ നിന്നുള്ള ആളുകളല്ലേ ഉള്ളൂ. എടുത്ത് നോക്കൂ. ഇയാൾ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എണീക്കുന്നവരെ നോക്കൂ. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, മറ്റേ എറണാകുളത്തെ ഹൈബി ഈഡൻ. ആലോചിച്ച് നോക്കി. അവിടെ ഇരിക്കുന്ന മാന്യമായ ഒരുപാട് മുഖങ്ങളുണ്ട്. അവരാരും ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാറില്ല. ശശി തരൂർ ഇദ്ദേഹത്തിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇയാൾ സംസാരിക്കുമ്പോൾ നിലവാരം കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പ്രേമേന്ദ്രൻ ഡെസ്കേലടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നോക്കിയുള്ളൂ. ഞാൻ ഈ നടപടിക്രമങ്ങൾ പിന്നെ ലോക്സഭയിലെ നടപടിക്രമങ്ങൾ കാണുമ്പോൾ പ്രസംഗിക്കുന്നതോടൊപ്പം പ്രസംഗിക്കുന്നവൻ്റെ ബോഡി ലാംഗ്വേജും അവിടെ ഇരിക്കുന്ന മറ്റ് MP-മാരുടെ ബോഡി ലാംഗ്വേജുമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം അത് ഇയാൾ പറയുമ്പോൾ ഡെസ്കെ കൊട്ടാൻ പറ്റുന്ന ആളുകൾ, ഇയാൾ പറയുമ്പോൾ കുരങ്ങൻ്റെ പാവയും കൊണ്ടുപോകാൻ പറ്റിയവൻ, ഇവനെയൊക്കെയാണ് നിർഭാഗ്യവശാൽ നമ്മൾ പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്നത്. അതിൻ്റെ ദുര്യോഗമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും ബാധിക്കത്തില്ല. മറിച്ച് CJPയുടെ നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോയെന്താണെന്നറിയാം? ഇവരെല്ലാം കൂടെ വിചാരിച്ച കുറച്ച് പേരെ ജന്തർ മന്ദിറിൽ കൊണ്ടുവരാൻ പറ്റൂ. ഇയാൾ വിചാരിച്ചാൽ പറ്റുകയില്ല. ഇദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി ബീഹാറിൽ കൂടെ പോയ സ്ഥലത്തിലെ 8 നിലയിലാണ് പൊട്ടിയത്. 8 നിലയിലാണ് പൊട്ടിയത്. പിന്നെ ഏത് വേസ്റ്റ് വന്ന് വീടുന്ന സ്ഥലം വേണ്ടിയോ? കേരളത്തിൽ ഏത് വേസ്റ്റ് വരും? ഇങ്ങനെ തെക്കേറ്റത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ. വേസ്റ്റ് പേപ്പർ പിന്നെ ഏറ്റവും താഴെയല്ലേ വെച്ചിരിക്കുന്നത്, അല്ല മേളിക്കൊണ്ട് വേസ്റ്റ് പേപ്പർ വെക്കുകയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധി അയാളുടെ നിലവാരത്തിലുള്ള ഒരു പറ്റം ആളുകളെ ജന്തർ മന്ദിറിൽ കണ്ടു. അയാൾക്ക് തൃപ്തിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹത്തായ ഒരു പ്രസ്ഥാനത്തെ ഈ ജന്തർ മന്ദിറിൽ വന്ന CJPക്കാരൻ്റെ നിലവാരത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാകുമെന്നോ ഈ സമരത്തിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നോ എന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധി അർഹിക്കുന്ന, അടിവരയിട്ട് ഞാൻ പറയുകയാണ്, രാഹുൽ ഗാന്ധി അർഹിക്കുന്ന അവജ്ഞയോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള എൻ്റെ വാചകം ഹരീഷിന് ഓർത്തു വെച്ചു. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഭാവിയുമില്ല. ഒന്നും അയക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്റ്റാഫ് അയക്കില്ല, അതിനുള്ള സംസ്കാരമില്ല, അതിനുള്ള പെഡിഗ്രി ഇല്ല. ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം നിലവാരം കുറഞ്ഞ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നത്. ഈ നിർമ്മലാ സീതാരാമൻ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ചില ഭീരുക്കൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, അത്തരത്തിലൊരു കലാപം സൃഷ്ടിക്കുവാനാണ് അവർ ശ്രമം നടത്തുന്നത്. കലാപത്തിൽ കൂടി ഒരു ഭരണം നേടിയെടുക്കുവാനാണോ അവരുടെ ഒരു ലക്ഷ്യം? ഇന്ത്യയിൽ ഒരു കലാപം നടത്താൻ സ്വപ്നം വിചാരിച്ചാൽ പറ്റില്ല. എന്തറിയും? കലാപം നടത്തണമെങ്കിൽ ജനം അതിനനുസരിച്ച് ഉണരണം. ഈ ജന്തർ മന്ദിറിൽ നടന്ന പോലെ ഒരു സമരം ഡൽഹിക്ക് പുറത്തോട്ട് പോയാൽ വീണ്ടും സമരം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ആയിക്കോട്ടെ, അത് സംഭവിക്കാൻ പോണ എന്നറിയോ? ജനങ്ങൾ ഉണരും, ജനങ്ങൾ കൈകാര്യം ചെയ്യും. അതിന് പോലീസ് വേണ്ട. ജനങ്ങൾ, പോലീസിനല്ലേ പെല്ലറ്റുണ്ടത്. ജനങ്ങൾ ഉയർന്നു കിടന്നാൽ പിന്നെ കൈ കിട്ടുന്ന എന്തും ആയുധമാകും.
ഇവരെയൊക്കെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് വരും. മോദിയുടെ അമ്മയെ പറഞ്ഞവർക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇല്ലേ? അവിടെ സ്ഥിതി എന്താണ്? അപ്പം ഇല്ല. പിന്നെ ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് താങ്കൾ ചോദിച്ചു. എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് നമ്മുടെ മീഡിയ കൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ചില സ്ഥലം, പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 നാണംകെട്ട മീഡിയ കേരളത്തിലാണുള്ളത്. ദേശീയ മാധ്യമങ്ങളൊന്നും അത്രയും പ്രാധാന്യം കൊടുക്കില്ല. ഹിന്ദു, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഒക്കെ നോക്കും. അവർ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു പ്രാധാന്യം കൊടുക്കും എന്നുള്ളത്. അത് മനോരമയാണ് അതാണ് ചെയ്യുന്നത്. വാരണാസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ മനോരമ വന്ന ഹെഡ്ലൈൻസ് എന്താണെന്നറിയാമോ? പ്രിയങ്ക വരുന്നു, മോദി വിയർക്കുന്നു എന്നാണ്. പ്രിയങ്ക ചെന്നാൽ വിയർക്കുന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മാമച്ചായം പറഞ്ഞ കാര്യമല്ല, ഞാൻ പറഞ്ഞാൽ മനോരമയിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ മാതൃഭൂമിയുടെ ഒരു ഹെഡ്ലൈൻസ് കണ്ടില്ലേ? മോഹൻദാസിനെ തൂക്കി എന്നാ ശ്രേയാംസ് കുമാർ എഴുതിയത്. ശ്രേയാംസ് കുമാറിൻ്റെ നിലവാരം അതാണ്. KP കേശവൻ എഴുതിയ പോലെ ശ്രേയാംസ് കുമാർ എഴുതാനൊക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മോഹൻദാസിനെ തൂക്കി എത്ര കിലോ കിട്ടിയെന്നുള്ള കാര്യം പിന്നെ ഇയാൾ പറഞ്ഞില്ല, ശ്രേയാംസ് കുമാർ. അപ്പം ശ്രേയാംസ് കുമാറിൻ്റെ നിലവാരത്തിലേക്ക് മാതൃഭൂമി മാറി. ഭാഗ്യത്തിന് മനോരമ അതിലേക്ക് പോയില്ല. മനോരമ എപ്പോഴും ഒരു മാന്യത പുലർത്തും. എന്തുകൊണ്ടാണ്? അവർക്കൊരു പെഡിഗ്രി ഉണ്ട്. മാതൃഭൂമി മാന്യത നിലനിൽക്കാത്ത എന്താ? ആ പെഡിഗ്രി മാതൃഭൂമിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതാണ് മാധ്യമരംഗത്തല്ല, ഏത് രംഗത്തും കുലീനതയ്ക്കും പാരമ്പര്യത്തിനും പ്രാധാന്യമുണ്ട് ഹരീഷ്ണ. അതൊരു ഫാക്റ്റാണ്. അത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയാമല്ലോ. ജീൻസിലൂടെ വരുന്നതാണ് ഇതൊക്കെ. അതൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. വന്നേ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ വഷളായി രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് പോകും എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് കാര്യമായ മൗലികമായൊരു മാറ്റവും വരുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഒരു അടി രാഹുൽ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2 അടി പപ്പു എന്ന രീതിയിൽ പിന്നോട്ട് വരികയാണ്. അദ്ദേഹം വീണ്ടും പപ്പുവിൽ നിന്ന് പപ്പുവിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിലും സ്വന്തം രാഷ്ട്രീയ സംസ്കാരം നിലനിർത്തുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്നേക്കുമായി അദ്ദേഹം നിഷ്കാസിതനാകും. അതിന് ഒരു സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.